മുഖ്യമന്ത്രി തർക്കങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മുതൽ നാഷണൽ മീഡിയ അങ്ങനെയുള്ള എല്ലാവരും, രാജ്യത്തെ എല്ലാവരും ഇപ്പോൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഈ തർക്കം ഇപ്പോൾ രാജ്യത്തുടനീളം ഇതൊരു ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതിൽ നല്ല പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഈ കമന്റ്സുകളിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് വി ഡി സതീശനെ ഇപ്പോൾ CM ആക്കിയില്ലെങ്കിൽ, അടുത്ത ചീഫ് മിനിസ്റ്റർ ആക്കിയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെയും KC വേണുഗോപാലിനെയും എല്ലാം അവരെവിടെ നിന്നാലും തോൽപ്പിക്കും എന്ന രീതിയിലാണ് കമന്റ്സ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ രാഹുൽ ഗാന്ധിക്ക് രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞ അദ്ദേഹം കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. 5 വർഷവും 5 മുഖ്യമന്ത്രിമാരെ ആക്കുക. ഇപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ K സുധാകരൻ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് 78 വയസ്സാണ്. വിക്കിപീഡിയയിൽ കാണുന്നത് അദ്ദേഹത്തിന് 78 വയസ്സുണ്ടെന്നാണ്. ഇനി ആ പാവം മനുഷ്യൻ ഇനി എപ്പോൾ മുഖ്യമന്ത്രി ആകാനാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം K സുധാകരനെ മുഖ്യമന്ത്രിയാക്കണം. രണ്ടാമത്തെ വർഷം ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് വളരെ നല്ല ഭൂരിപക്ഷം നേടിയ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അദ്ദേഹം ഇനി എപ്പോൾ ഒരു മുഖ്യമന്ത്രി ആകാനാണ്? അദ്ദേഹത്തിനും ആഗ്രഹം കാണും മുഖ്യമന്ത്രി ആകണം. അദ്ദേഹത്തെയും ഒരു വർഷം പിന്നെ മുഖ്യമന്ത്രിയാക്കുക. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അടുത്ത വർഷത്തെ ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് 69 വയസ്സാണ്. അപ്പോൾ അദ്ദേഹവും കഴിഞ്ഞ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വളരെ ശക്തമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ഒന്ന് മാറിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് ഇതുവരെ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹവും ഒരു വർഷം മുഖ്യമന്ത്രി ആകട്ടെ. അടുത്തത് KC വേണുഗോപാൽ, അദ്ദേഹത്തിന് 63 വയസ്സാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പുറകിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ട്, ആവശ്യമായ പുറത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹവും ഒരു വർഷം മുഖ്യമന്ത്രി ആകട്ടെ. ഏറ്റവും ലാസ്റ്റ് VD സതീശൻ, അദ്ദേഹത്തിന് 61 വയസ്സാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ഒരു വർഷം ആകട്ടെ. വേണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഈ 4 പേര് മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് എല്ലാവരും K സുധാകരൻ തൊട്ട് KC വേണുഗോപാൽ വരെയുള്ള സമയത്ത് അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടും വേണമെങ്കിൽ വർക്ക് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ VD സതീശന് ഇപ്പോൾ പ്രവൃത്തി പരിചയ കുറവുണ്ട് എന്ന ഒരു കുറവ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ആ കുറവ് നികത്താനും ഇത്തരത്തിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആകുന്നത് സഹായിക്കും.